അഭിവന്യ മാർത്തോമ്മ മെത്രാപ്പോലീത്ത തിരുമേനി, അഭിവന്യ ബസേലിയോസ് കൂറിലോസ് മെത്രാപ്പോലീത്ത തിരുമേനി, മറ്റ് തിരുമേനിമാർ, വികാരി ജനറൽ അച്ഛന്മാർ, സുവിശേഷകർ, കർത്താവിൽ ഏറ്റവും വാത്സല്യമുള്ളവരെ, ഏവർക്കും ത്രിയേക ദൈവനാമത്തിൽ സ്നേഹവന്ദനം. 130ാമത് കൺവെൻഷൻ്റെ ശനിയാഴ്ച കാലത്തുള്ള യോഗത്തിലാണല്ലോ നാം ഏവരും കടന്നു വന്നിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ദൈവദാസന്മാരിലൂടെ നമുക്ക് ലഭിച്ച ദൈവവചനത്തിനായി ആയിരം സ്തുതിസ്തോത്രങ്ങൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നു. വീണ്ടും ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ വചനം ധ്യാനിപ്പാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് അവസരം നൽകിയിരിക്കുന്നുവല്ലോ. വചനം എല്ലായ്പ്പോഴും നമ്മുടെ കാലുകൾക്ക് പ്രകാശം നൽകുന്നു, ഏത് കഠിന ഹൃദയത്തെയും തകർക്കുവാൻ ശക്തവുമാകുന്നു. എന്നാൽ അതിലപ്പുറം ദൈവവചന ധ്യാനം തമ്പുരാൻ്റെ ഹൃദയം അറിയുവാനും അതിനനുസരണമായി ജീവിത ദർശനത്തെ രൂപപ്പെടുത്തുവാനും മതിയായതുമാണ്. ഇന്ന് കാലത്തെ നമ്മുടെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്ത വേദഭാഗം സഖറിയ പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം 10-ാം വാക്യമാണ്. സഖറിയ പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം 10-ാം വാക്യം. അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കുന്നു. അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയപ്പെട്ട കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ വീണ്ടും ഞങ്ങൾക്ക് അടുത്തു വരുവാൻ ഇടയാക്കുന്ന ഈ ദൈവകൃപയ്ക്കായി ആയിരം സ്തുതിസ്തോത്രങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. വചനം നിൻ്റേതാണ്, അടിയങ്ങളും നിൻ്റേതാണ്. ഞങ്ങളുടെ ആവശ്യം ഞങ്ങളെക്കാൾ അധികമറിയുന്നവനായ കർത്താവേ, ഇന്ന് ഞങ്ങളുടെ ആവശ്യം അറിഞ്ഞ് ഞങ്ങളോട് നീ സംവാദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ഉൾക്കൊള്ളുവാനുള്ള വിനയവും അടിയങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണമേ. പരിശുദ്ധാത്മാവെ അവിടുത്തെ സാന്നിധ്യവും പ്രവർത്തനവും അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയാക്കുകയും വേണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, ദയയുണ്ടായി കേൾക്കണമേ. ആമേൻ. 60ാമത് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന് 1-ാം സ്ഥാനം കിട്ടിയ നാടകത്തിൻ്റെ ടൈറ്റിൽ വലുതാകാൻ കുറേ ചെറുതാകണം എന്നതാണ്. വലുതാകാൻ കുറേ ചെറുതാകണം. ആനപ്പുറത്തിരിക്കുന്ന പെൺകുട്ടിയോട് അയൽക്കാരനായ ഇറച്ചിവെട്ടുകാരൻ്റെ മകൻ പറയുന്ന വാചകമാണിത്. ഇതാണ് അതിലെ കഥാതന്തു. ഇതിലൂടെ ചെറുതാകുന്നതിലൂടെയുള്ള വലിപ്പത്തെ കേരള സമൂഹത്തെ ഓർമ്മിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് ആ നടന്മാർ. ഇന്ന് വലിപ്പത്തിന് മഹത്വം കൽപ്പിക്കുകയും ചെറിയവയെയും അവഗണിക്കുകയോ പരിഗണിക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. വലിയ വീട്, വലിയ സ്വത്ത്, വലിയ ജോലി, വലിയ സ്വാധീനം, കൂടാതെ മെഗാ ഷോ, ഗ്രാൻഡ് ഫിനാലെ, ബിഗ് സെയിൽ എന്നിങ്ങനെ വലിപ്പത്തെ വ്യക്തമാക്കാൻ നാം പല രൂപകങ്ങൾ ഉപയോഗിക്കുന്നു. അങ്ങനെ വലിപ്പത്തെ ലോകം ആദരിക്കുകയും ചെറിയവയെ ലോകം അവഗണിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വലിപ്പത്തിലെത്താൻ മനുഷ്യൻ അഹോരാത്രം ശ്രമിക്കുന്നു. മനുഷ്യജീവിതത്തിന് മഹത്വം നൽകുന്ന ചെറിയ കാര്യങ്ങൾ നാം അവഗണിക്കുകയോ കാണാതെ പോകുകയോ ചെയ്യുന്നു. വലിപ്പത്തിനു വേണ്ടിയുള്ള തേരോട്ടത്തിനിടയിൽ വലിയവനായ ദൈവത്തെയും നമ്മെ വലിയവരാക്കിയ ചില ചെറിയവരെയും നാം മറന്നുപോകുന്നു എന്നതാണ് സത്യം.
വലിപ്പത്തിനു വേണ്ടിയുള്ള തേരോട്ടത്തിൽ വലിയവനായ ദൈവത്തെയും നമ്മെ ആക്കിയ ചില ചെറിയവരെയും നാം മറന്നുപോകുന്നു എന്നതാണ് സത്യം. അരുന്ധതി റോയിയുടെ ബുക്കർ സമ്മാനത്തിന് അർഹമായ പുസ്തകത്തിൻ്റെ തലക്കെട്ട് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, ചെറിയ കാര്യങ്ങളുടെ വലിയ തമ്പുരാൻ എന്നാണ്. ലോകത്തെ സ്വാധീനിച്ച E.F. ഷൂമേക്കറിൻ്റെ പുസ്തകമാണ് സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ, ചെറുതാണ് സുന്ദരം. ഇതിലൂടെയൊക്കെ ചെറുതിൻ്റെ മഹത്വത്തെ വിശദമാക്കുവാനാണ് ശ്രമിക്കുന്നത്. ചെറിയ കാര്യങ്ങളോട് മതിപ്പ് നഷ്ടപ്പെടുന്നതാണ് ഈ കാലത്തിൻ്റെ പ്രത്യേകത. വലുതും ബൃഹത്തുമായ കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന ലോകമാണ് നമ്മുടേത്. ആത്മീയതയിൽ പോലും ഇത് ദർശിക്കുവാൻ നമുക്ക് സാധിക്കും. ദൈവം ചെറുതും സൂക്ഷ്മവുമായ സംഗതികളിലൂടെ വലിയ കാര്യങ്ങൾ ഈ ലോകത്ത് സാധ്യമാക്കുന്നു. യേശു കർത്താവ് വിശേഷിപ്പിച്ച ദൈവരാജ്യ അനുഭവം കടുകുമണിക്ക് സാദൃശ്യം എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ചെറിയ കുരികിലും വയലിലെ താമരയുമൊക്കെ യേശുവിൻ്റെ ഉപമയിൽ ഇടം പിടിച്ചു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവജനം തങ്ങളുടെ ആലയം നിർമ്മാണം നടത്തുന്ന സമയത്ത് സഖര്യാ പ്രവാചകൻ കണ്ട 5-ാമത്തെ ദർശനമാണ് സഖര്യാവ് 4-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തകർന്നുപോയ യഹൂദ ജനം, യെരുശലേം നഗരം, യെരുശലേം ദേവാലയം, അവയുടെ പുനർനിർമ്മിതിയിൽ 16 വർഷങ്ങൾ പിന്നിടുന്ന ഹഗായി പ്രവാചകന് ശേഷം ചെറിയ പ്രവാചകനായ സഖര്യാവ് ആ വലിയ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ നിയോഗിതനാകുന്നു. കുറവുകളെ നിറവുകളാക്കി, പരിമിതികളെ സാധ്യതകളാക്കി ഒരു വലിയ ശുശ്രൂഷയുടെ തുടർച്ചയായി സഖര്യാവ് എന്ന ചെറിയ പ്രവാചകൻ മാറുന്നു. ദേവാലയ നിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ നീങ്ങുമെന്നും സന്തോഷത്തോടെ പണി പൂർത്തിയാക്കുമെന്നും മനുഷ്യശക്തിയാലല്ല ദൈവശക്തിയാൽ തന്നെ അവസാനിപ്പിക്കുമെന്നാണ് പ്രവാചക സന്ദേശം. 10-ാം വാക്യത്തിൽ സഖര്യാവ് ഇപ്രകാരം ചോദിച്ചു: അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കുന്നു? അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കുന്നു? വൻകാര്യങ്ങളെ നിർവഹിക്കുവാൻ കടപ്പെട്ടവർ ചെറിയ ആരംഭങ്ങളെ ഒരിക്കലും നിന്ദിക്കുകയില്ല. എന്നാൽ ബൃഹത്തായി കാണുന്ന പലതിൻ്റെയും തുടക്കം വളരെ ചെറുതും ബലഹീനവുമായിരുന്നതാണ്. ചെറിയ കാര്യങ്ങളിലൂടെ വൻ കാര്യങ്ങളെ സാധ്യമാക്കുകയും നിസ്സാരമായതിനെ തുച്ഛീകരിക്കാതെ ചേർത്തു പിടിക്കുകയും ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ തമ്പുരാൻ. 2001 സെപ്റ്റംബർ 11-ാം തീയതി നടന്ന അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തിലും ട്വിൻ ടവറിൻ്റെ തകർച്ചയിലും രക്ഷപ്പെട്ടവരുടെ ജീവൻ രക്ഷിച്ച ചെറിയ കാര്യങ്ങൾ എന്ന ഒരു കുറിപ്പ് വായിച്ചത് ഓർക്കുന്നു. ഒരു കമ്പനിയുടെ തലവൻ തൻ്റെ മകൻ്റെ കിൻഡർ ഗാർഡൻ ക്ലാസ് ആരംഭിക്കുന്നതിനാൽ അപകട സമയത്ത് ആ കെട്ടിട സമുച്ചയത്തിൽ എത്തിയില്ല. തന്മൂലം രക്ഷപ്പെട്ടു. ഓഫീസിലുള്ളവർക്ക് സ്നാക്സ് കൊണ്ടുവരുന്നത് തൻ്റെ ഊഴമായിരുന്നതിനാൽ അത് വാങ്ങാൻ കടയിൽ പോയതുകൊണ്ട് മറ്റൊരു സ്ത്രീ രക്ഷപ്പെട്ടു. അലാം കൃത്യസമയത്ത് പ്രവർത്തിക്കാതിരുന്നതിനാൽ ഒരു സ്ത്രീ ഓഫീസിലെത്താൻ വൈകിപ്പോയി. ഗതാഗത കുരുക്കിൽപ്പെട്ടതിനാൽ മറ്റൊരാൾ ഓഫീസിലെത്താൻ താമസിച്ചു. പ്രഭാതഭക്ഷണം കഴിക്കുന്നതിനിടയിൽ തൻ്റെ വസ്ത്രത്തിൽ ഭക്ഷണം വീണത് മാറ്റി പുതിയ വസ്ത്രം ഇടാൻ സമയമെടുത്തതിനാൽ ഒരാൾ വൈകിപ്പോയി.
ഒരാളുടെ കാർ സ്റ്റാർട്ടാകാത്തതിനാൽ വൈകി, മറ്റൊരാൾക്ക് ടാക്സി കിട്ടാൻ വൈകിയതിനാൽ ലേറ്റായി, ഒരാൾ ഓഫീസിലേക്ക് പോകാനായി ഷൂസ് ധരിച്ചപ്പോൾ കാലിൽ ഒരു ചെറിയ മുറിവുണ്ടായി. ഒരു ബാൻഡേഡ് വാങ്ങാൻ നിന്നതിനാൽ ആ ആൾ ഇന്ന് ജീവിച്ചിരിക്കുന്നു. രാവിലെ കുഞ്ഞ് കരഞ്ഞ് ബഹളമുണ്ടാക്കിയതിനാൽ മറ്റൊരാൾ ഓഫീസിലെത്താൻ വൈകിപ്പോയി. ഇറങ്ങാൻ നേരത്ത് വന്ന ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്തത് താമസിച്ചതിനാലാണ് മറ്റൊരാൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. എല്ലാം കൊച്ചു കൊച്ചു കാര്യങ്ങൾ ആയതിനാൽ നമ്മൾ ഒരു ഗതാഗതക്കുടുക്കിൽപ്പെട്ട് കിടക്കുമ്പോൾ, ഒരു ലിഫ്റ്റ് നഷ്ടപ്പെടുമ്പോൾ, ഇറങ്ങാൻ നേരം ഫോൺ ബെൽ അടിക്കുമ്പോൾ, അലാം സമയത്ത് അടിക്കാതിരിക്കുമ്പോൾ ഒരിക്കലും പ്രകോപിതരാകരുത്. ഇത്തരം ചെറിയ കാലതാമസങ്ങളും പടിമുടക്കുകളും ഒക്കെ നമ്മുടെ ജീവൻ നിലനിർത്താൻ കാരണമാകാവുന്ന കൊച്ചു കൊച്ചു നന്മകളാണ്. അത്യുന്നതനും സിംഹാസനസ്ഥനുമായ യഹോവയായ ദൈവം എളിയവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ദൈവമാണ്. അവൻ ഈജിപ്തിലെ രാജാവായ ഫറവോൻ്റെ ദൈവമല്ല, അടിമവേലയാൽ നിലവിളിക്കുന്ന സാധാരണക്കാരായ അടിമകളുടെ ദൈവമാണ്. പുതിയ നിയമത്തിലെ യേശു തമ്പുരാൻ അവൻ ജനനത്തിനായി ഹേരോദാവിൻ്റെ കൊട്ടാരത്തെയോ രാജ്ഞിയുടെ ഉദരത്തെയോ തിരഞ്ഞെടുക്കാതെ ഗ്രാമീണ പെൺകുടിയായ മറിയയുടെ ഉദരത്തെ തിരഞ്ഞെടുത്തവനാണ്. കർത്താവിൻ്റെ അമ്മയായ മറിയം ദൈവത്തെ പാടി വാഴ്ത്തുന്ന കന്യക മറിയാമിൻ്റെ പാട്ടിൽ ചെറിയവരെ മാനിക്കുന്ന ദൈവത്തെ എത്ര മനോഹരമായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. അവൻ ബലവാന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ച് താണവരെ ഉയർത്തി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പോപ്പ് ഫ്രാൻസിസിൻ്റെ വാക്കുകൾ ശ്രദ്ധേയമാണ്. നിസ്സാരമെന്ന് നാം കരുതുന്ന ഓരോ കല്ലും അനാവശ്യമായ ഒന്നല്ല, മറിച്ച് യേശുവിൻ്റെ കൈകളിൽ ഏറ്റവും ചെറിയ കല്ലുപോലും വിലപ്പെട്ടതാകുന്നു. കാരണം അവനതിനെ എടുക്കുന്നു, സ്നേഹത്തോടെ നോക്കുന്നു, തൻ്റെ ആത്മാവിലൂടെ അതിനെ പണിയുന്നു. ആ കല്ല് ഏറ്റവും പ്രയോജനകരമായ സ്ഥലത്ത് വയ്ക്കുന്നു. അവൻ ആ കല്ലിനെ പൂർണ്ണമായ കെട്ടിടമായി രൂപാന്തരപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇന്നത്തെ പ്രസംഗത്തിൻ്റെ ടൈറ്റിൽ ചെറിയവരുടെയും ചെറിയ കാര്യങ്ങളുടെയും ദൈവം എന്നാണ്. ചെറിയവരുടെയും ചെറിയ കാര്യങ്ങളുടെയും ദൈവം, അതാണ് ഇന്നത്തെ പ്രസംഗത്തിൻ്റെ തലക്കെട്ട്. ചെറിയ കാര്യങ്ങളുടെ പ്രാധാന്യത്തെ ഊന്നിപ്പറയുവാനാണ് ഈ സന്ദേശത്തിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത്. സഭയിലും സമൂഹത്തിലും സാധാരണക്കാരായ ചെറിയവരിലൂടെ ദൈവത്തിന് വൻ കാര്യങ്ങളെ ചെയ്യുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ചെറിയതിനെയും ചെറിയ കാര്യങ്ങളെയും നിസ്സാരവൽക്കരിക്കരുത്. ഗ്രേറ്റ്നെസ്സിനെ ഇപ്രകാരം നിർവചിച്ചിട്ടുണ്ട്: ഗ്രേറ്റ്നെസ് ഈസ് അവർ എബിലിറ്റി ടു സീ എക്സ്ട്രാ ഓർഡിനറി ഇൻ ഓർഡിനറി തിങ്സ് ആൻഡ് ഇൻ ഓർഡിനറി പീപ്പിൾ. സാധാരണ കാര്യങ്ങളിലും സാധാരണക്കാരായവരിലും അസാധാരണത്വം കാണാനുള്ള ഒരു വ്യക്തിയുടെ കഴിവാണ് അയാളുടെ മഹത്വം. സാധാരണ കാര്യങ്ങളിലും സാധാരണക്കാരായവരിലും അസാധാരണത്വം കാണാനുള്ള ഒരു വ്യക്തിയുടെ കഴിവാണ് അയാളുടെ മഹത്വം. സക്കറിയ പ്രവാചകൻ്റെ ആഹ്വാനത്തിൻ്റെ വെളിച്ചത്തിൽ വേദപുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്ന ചുരുക്കം ചില ചെറിയ മനുഷ്യരെയും ചെറിയ ചെറിയ സംഭവങ്ങളെയും
നമ്മുടെ ഒന്നിച്ചുള്ള ധ്യാനചിന്തയ്ക്കായി എടുക്കണമെന്നാണ് താല്പര്യപ്പെടുന്നത്. ഒന്ന്, മാനവരാശിയുടെ മുഴുവൻ രക്ഷയ്ക്കായി ഒരു ചെറിയ മനുഷ്യനെ ഉപയോഗിക്കുന്ന ദൈവം. മാനവരാശിയുടെ മുഴുവൻ രക്ഷയ്ക്കായി ഒരു ചെറിയ മനുഷ്യനെ ഉപയോഗിക്കുന്ന ദൈവം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലുതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് യഹോവ അനുതപിച്ചു. അത് അവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കുക കൊണ്ട് ഞാൻ അനുതപിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തു. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നീതിമാനും നിഷ്കളങ്കനും ദൈവത്തോടുകൂടെ നടന്നവനുമായ നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചതിനാൽ മനുഷ്യവംശം പൂർണ്ണമായി നശിച്ചില്ല. പ്രളയത്തിന് ശേഷം ദൈവം നോഹയോട് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 16-17 വാക്യങ്ങൾ: നീയും നിൻ്റെ ഭാര്യയും പുത്രന്മാരും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ നിന്നും പുറത്തിറങ്ങുവീൻ. പറവകളും മൃഗങ്ങളും നിലത്തിഴയുന്ന ഇഴജാതിയുമായ സർവ്വജഡത്തിൽ നിന്നും നിന്നോടുകൂടെ ഇരിക്കുന്ന സകല ജീവികളെയും പുറത്തു കൊണ്ടുവരിക. അവ ഭൂമിയിൽ അനവധിയായി വർദ്ധിക്കുകയും പെറ്റുപെരുകുകയും ചെയ്യട്ടെ. കാരണം എല്ലാ ജീവജാലങ്ങളും പ്രളയം മൂലം നശിപ്പിക്കപ്പെട്ടു. ഭൂമിയെ പുനഃസ്ഥാപിപ്പാൻ ജനവാസമുള്ളതാക്കാൻ ദൈവം നോഹയ്ക്ക് വളരെ കൃത്യമായ നിർദ്ദേശം നൽകുന്നു. ദൈവം നോഹയെയും അവൻ്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ച് അവരോട് അരുളി ചെയ്തത് എന്തെന്നാൽ: നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവീൻ. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 1-ാം വാക്യം. മരുഭൂമിയിൽ പെട്ടകം പണിയുക എന്നത് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല. എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ നോഹയിലൂടെ വൻ കാര്യങ്ങൾ സാധ്യമായി. നോഹ എന്ന ചെറിയ മനുഷ്യനിലൂടെ ഒരു കുടുംബത്തെ മാത്രമല്ല, മാനവരാശിയെ മുഴുവൻ രക്ഷിക്കുന്നു. പ്രളയത്തിന് ശേഷം ഒരു പുതിയ ലോകത്തെ സൃഷ്ടിക്കുന്ന ദൈവത്തെയാണ് നാം കാണുക. ഇംഗ്ലണ്ടിലെ ഗ്രാമങ്ങളിൽ വിളക്കുകൾ തെളിയിക്കുന്ന കാലത്താണ് ചിന്തകനായ റോൺ റസ്കിൻ ജീവിച്ചിരുന്നത്. ഒരു ദിവസം വൈകുന്നേരം റസ്കിനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും നോക്കി നിൽക്കുമ്പോൾ വിളക്ക് തെളിയിക്കുന്ന ആൾ തെരുവിലെ വിളക്കുകൾ കത്തിച്ച് സാവധാനം ദൂരെയുള്ള കുന്നിൻ മുകളിലേക്ക് കയറി. ഇത് കണ്ട് റസ്കിൻ തൻ്റെ സ്നേഹിതനോട് ഇപ്രകാരം പറഞ്ഞു: ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്: ഒരുവൻ കത്തിക്കുന്ന വിളക്കുകളാണ്, ഏർപ്പെടുന്ന വേലകളാണ് അവൻ ആരെന്ന് തൻ്റെ പരിസരങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നത്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശം പരത്തുമ്പോഴാണ് നമ്മെക്കുറിച്ചുള്ള ദൈവോദ്ദേശം നിറവേറുന്നത്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശം പരത്തുമ്പോഴാണ് നമ്മെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം നിറവേറുന്നത്. വലിയ തീപ്പന്തമായില്ലെങ്കിലും ഒരു ചെറിയ കൈത്തിരിയായെങ്കിലും എരിഞ്ഞടങ്ങുവാൻ നമുക്ക് സാധിക്കണം. നോഹ തെളിയിച്ച വിളക്കുകൾ കാരണം നാം ഇന്ന് രാവിലെ ഉണരുന്നു.
നോഹയെപ്പോലെ ദൈവം ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ നമുക്കും നീതിയുടെയും നന്മയുടെ വിളക്കുകൾ തെളിയിക്കാം. ഇരുണ്ട ലോകത്ത് ജീവിതം കൊണ്ട് മറ്റുള്ളവരോട് പറയാൻ കഴിയണം, എല്ലാം കെട്ടടങ്ങിയിട്ടില്ല, പ്രതീക്ഷയുണ്ട്, പുത്തൻ സാധ്യതകളുണ്ട്, ഇതിലും മെച്ചപ്പെട്ട വഴിയുണ്ട്. ഈ ഇരുണ്ട ലോകത്ത് വെളിച്ചം പ്രകാശിപ്പിക്കാൻ അല്പം ചെറുതായി കൊടുക്കാമോ എന്നതാണ് പ്രസക്തമായ ചോദ്യം. 2, തൻ്റെ ജനത്തെ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കാൻ ഒരു മനുഷ്യനെ ഉപയോഗിക്കുന്ന ദൈവം. തൻ്റെ ജനത്തെ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കാൻ ഒരു മനുഷ്യനെ ഉപയോഗിക്കുന്ന ദൈവം. ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്വത്തിൽ കഴിഞ്ഞിരുന്ന കാലം. അപ്പോൾ തൻ്റെ അമ്മായിപ്പൻ്റെ ആടുകളെ മേയ്ക്കുന്ന തിരക്കിലായിരുന്നു മോശ. ദൈവം മുൾപ്പടർപ്പിന് മധ്യേ മോശയോട് സംസാരിച്ചു. എന്നാൽ താൻ തന്നെയാണോ ഇസ്രായേൽ മക്കളെ വിടുവിക്കേണ്ടത് എന്ന കാര്യത്തിൽ മോശയ്ക്ക് വ്യക്തതയില്ലായിരുന്നു. അതുകൊണ്ട് അവൻ ദൈവത്തോട് ചോദിച്ചു, ഫറവോൻ്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്നും പുറപ്പെടുവിപ്പാനും ഞാൻ എന്തുമാത്രമുള്ളൂ? കഴിവുകൾ പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുന്ന മോശ. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ഐ വിൽ ബി വിത്ത് യു, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. പുറപ്പാട് 3-ാം 12 നമ്മുടെ ബലഹീനതകളിൽ തുണ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മുടെ കുറവുകളെ നിറവുകളാക്കും. ചെറുതെങ്കിലും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിന് നമ്മിലൂടെ അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയും. അതാണ് ദൈവ വാഗ്ദാനം. കഠിനഹൃദയനായ ഫറവോനോട് സംസാരിപ്പാനും ഈജിപ്തിൽ ബാധകൾ വരുത്തുവാനും ചെങ്കടൽ വിഭാഗിക്കാനും ജനതയ്ക്കു വേണ്ടിയുള്ള ദൈവത്തിൻ്റെ നിയമം സ്വീകരിക്കാനും 40 വർഷക്കാലം മരുഭൂമിയിലൂടെ ജനത്തെ നയിക്കുവാനും ഏറെ പരിമിതികളുള്ള തടിച്ച നാവുള്ളവനായ വിക്കനായ വാക്സാമർത്ഥ്യമില്ലാത്തവനായ മോശയെ ദൈവം ഉപയോഗിക്കുന്നു. മോശയേക്കാൾ പശ്ചാത്തലമുള്ള എത്രയോ ആളുകൾ അന്ന് അവിടെ ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ ദൈവത്തിന് എപ്പോഴും അസാധ്യ കഴിവുകൾ ഉള്ളവരെ മാത്രമല്ല, ബലഹീനരെയും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ചെറിയവരെയും ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ചെറിയവരെയും തൻ്റെ ഹിതം നിവർത്തിക്കാൻ ദൈവം വിനിയോഗിക്കുന്നു. ദൈവം തിരയുന്നത് അതികായരെയല്ല, അഭിഷിക്തരെയാണ്. ദൈവം തിരയുന്നത് അതികായരെയല്ല, അഭിഷിക്തരെയാണ്. ഒരിക്കലൊരു ശ്മശാനത്തിൽ പൊട്ടിക്കിടന്ന ഒരു ശവക്കല്ലറ, അതിൽ ചെരിഞ്ഞുകിടന്ന സ്ലാബിൽ ഇപ്രകാരം എഴുതിയിരുന്നു, നോട്ട് മൈറ്റി ബട്ട് കോൺസിക്രേറ്റഡ്. നോട്ട് മൈറ്റി ബട്ട് കോൺസിക്രേറ്റഡ്. ശക്തനല്ല, അഭിഷിക്തനായിരുന്നു എന്ന്. ആ കല്ലറയിൽ അടക്കം ചെയ്തിരുന്ന വ്യക്തിയെക്കുറിച്ചുള്ള സാക്ഷ്യമാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഇന്ന് ലോകം തിരയുന്നത് ശക്തന്മാരെയാണ്, ശേഷിയുള്ളവരെയാണ്. മോശയെപ്പോലെ നാമും ചിലപ്പോൾ ചിന്തിക്കും, ദൈവിക ശുശ്രൂഷയ്ക്കായി നിൽക്കാൻ എൻ്റെ പക്കൽ ഒന്നുമില്ലല്ലോ എന്ന്. ഞാൻ വിക്കുള്ളവൻ, ബലഹീനനെന്ന്. എന്നാൽ നാം തയ്യാറാണെങ്കിൽ ദൈവം നമ്മിലൂടെ വൻ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളതിന് 2 പക്ഷമില്ല. നാം തയ്യാറാണെങ്കിൽ ദൈവം നമ്മിലൂടെ വൻ കാര്യങ്ങൾ ചെയ്യും. കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും അഭിമാനമായിരുന്ന ശ്രീ KR നാരായണനെക്കുറിച്ച് സുരേന്ദ്രൻ ചുനക്കര എഴുതിയ പുസ്തകമാണ്
കെ.ആർ. നാരായണൻ ഭാരതത്തിൻ്റെ വിശുദ്ധി. പിന്നോക്ക ജാതിയിൽ പിറന്നതുകൊണ്ടും ദാരിദ്ര്യം കൊണ്ടും നാരായണൻ ജീവിതത്തിലുടനീളം അനുഭവിച്ച വിവേചനങ്ങളും പീഡനങ്ങളും ആ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഒഴിഞ്ഞ വയറുമായാണ് സ്കൂളിൽ പോയിരുന്നത്. പഠനത്തിനാവശ്യമായ സാഹചര്യങ്ങളൊന്നും തന്നെ ഒരുക്കി നൽകുവാൻ മാതാപിതാക്കൾക്ക് സാധിച്ചില്ല. എന്നാൽ വിശപ്പിനോടും പിന്നീട് പലതവണ ജാതി വിവേചനത്തോടും പടവെട്ടി വളർന്ന നാരായണൻ ഇന്ത്യയുടെ ഒന്നാമത്തെ പൗരനായി ഉയർത്തപ്പെട്ടു. മനുഷ്യൻ്റെ കണ്ണിൽ ചെറുതെന്നും ചെറിയവരെന്നും തോന്നിയതിൻ്റെ ഉള്ളിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന സാധ്യത അനന്തമാണ്. മനുഷ്യൻ്റെ കണ്ണിൽ ചെറുതെന്നും ചെറിയവരെന്നും തോന്നിയതിൻ്റെ ഉള്ളിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന സാധ്യത അനന്തമാണ്. ദൈവിക പദ്ധതിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു നൽകുമ്പോൾ ദൈവം നമ്മെ സമൂഹത്തിൻ്റെ നന്മയ്ക്കായി ദൈവരാജ കെട്ടുപണിക്കായി എടുത്തുപയോഗിക്കുമെന്നതിന് സംശയമില്ല. 3, നീചമായൊരു ഗൂഢാലോചനയിൽ നിന്ന് യഹൂദന്മാരെ രക്ഷിക്കാൻ ഒരു സ്ത്രീയെ ഉപയോഗിക്കുന്ന ദൈവം. നീചമായൊരു ഗൂഢാലോചനയിൽ നിന്ന് യഹൂദന്മാരെ രക്ഷിക്കാൻ ഒരു സ്ത്രീയെ ഉപയോഗിക്കുന്ന ദൈവം. ഇസ്രായേൽ ഒരു അസ്തിത്വ ഭീഷണി നേരിടുമ്പോൾ ദൈവത്തിൻ്റെ പരമാധികാരവും സംരക്ഷണവുമുള്ള കൗതുകകരമായ പഴയ നിയമത്തിലെ എസ്തേറിൻ്റെ പുസ്തകം. പേർഷ്യൻ സാമ്രാജ്യത്തിന് കീഴിലുള്ള ഇസ്രായേലിൻ്റെ പ്രവാസത്തിനിടയിൽ യഹൂദന്മാരെ ഉന്മൂലനം ചെയ്യുവാൻ ശക്തനായ രാജാവ് അഹശ്വേരോസ് ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നു. എന്നാൽ പുരുഷാധിപത്യമുള്ള അക്കാലത്ത് ഒരു സാധാരണ യഹൂദ കന്യകയായ ഒരു അനാഥയായ എസ്തേറിലൂടെ ദൈവം അത്ഭുതകരമായ വിടുതൽ നടത്തി. എസ്തേറിൻ്റെ ധീരമായ ഇടപെടലുകളിലൂടെ യഹൂദ ജനത രക്ഷപ്പെട്ടു. അങ്ങനെ സമൂഹത്തിൽ ചെറിയവരുടെ പ്രതിനിധിയായി എസ്തേർ എന്ന പെൺകുട്ടി തൻ്റെ ജനത്തിൻ്റെ വലിയ വിമോചകയായി തീർന്നു. തൻ്റെ ജനത്തെ മരണത്തിൽ നിന്നും നാശത്തിൽ നിന്നും രക്ഷിക്കാൻ ദൈവം എസ്തേറിലൂടെ പ്രവർത്തിച്ചു. ലോകത്തെമ്പാടുമുള്ള നിസ്സഹായരെ കൈപിടിച്ചുയർത്താൻ മദർ തെരേസ എന്ന സ്ത്രീയെയാണ് തമ്പുരാൻ ഉപയോഗിച്ചത് എന്ന് പറയേണ്ടതില്ലല്ലോ. 4, ചെറിയവരുടെ നിലവിളി കേൾക്കുന്ന ദൈവം. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ കാണുന്നു. സാറായ്ക്കൊരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയാതിരുന്ന സാഹചര്യത്തിൽ അടിമയായ ഹാഗാറിൽ ഒരു അനന്തരാവകാശിയെ ഉളവാക്കുവാൻ സാറ അബ്രഹാമിനോട് പറയുന്നു. ഹാഗാർ ഗർഭിണിയാണെന്നുള്ള വിവരം സാറായിക്ക് പ്രയാസം ഉളവാക്കി. ഹാഗാറിനെ പ്രയാസപ്പെടുത്തുന്നു. ഹാഗാറിൻ്റെ ഈ മോശം അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുവാൻ അവൾ മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്നു. ഒരു യുവതി, ഒരു ഗർഭിണി, ഒളിച്ചോടിയ അടിമ ഒറ്റയ്ക്ക് മരുഭൂമിയിൽ. അതൊരു കഠിനമായ സാഹചര്യമാണ്. എന്നാൽ ഒളിച്ചോടിയവളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു പ്രതീക്ഷയുമില്ലാത്തിടത്ത് ഒളിച്ചോടിയവളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു പ്രതീക്ഷയുമില്ലാത്തിടത്ത്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ സംരക്ഷിക്കേണ്ടവർ തന്നെ തള്ളിക്കളയുകയാണ്. മരണമെന്ന വഴി മാത്രം ശേഷിച്ച അവസ്ഥ. എത്ര നിസ്സഹായകരമായ അവസ്ഥയാണ്. ഒരു പിഞ്ചുകുഞ്ഞ് ബർശേബ മരുഭൂമിയുടെ നടുവിൽ കിടക്കുന്നു. എനിക്ക് കുട്ടിയുടെ മരണം കാണേണ്ട എന്ന് പറഞ്ഞ് അമ്മ ദൂരത്തേക്ക് നീങ്ങുമ്പോൾ ദൈവം ഈ ചെറിയ കുഞ്ഞിനെ കാണുവാനും നിലവിളി കേൾക്കുവാനും ശ്രദ്ധിക്കുവാനും മനസ്സ് കാണിക്കുന്നു. ദൈവം പറയുന്നു,
ഹാഗാറേ, നിനക്കെന്ത്? ഭയപ്പെടേണ്ട. ബാലനിരിക്കുന്ന ഇടത്തുനിന്ന് അവൻ്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. ഹാഗാറേ, നിനക്കെന്ത്? ഭയപ്പെടേണ്ട. ബാലനിരിക്കുന്ന ഇടത്തുനിന്ന് അവൻ്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. അടിമയായ ഹാഗാറിൻ്റെ കണ്ണുനീരും അനാഥനായ ഇസ്മായേലിൻ്റെ നിലവിളിയും കേട്ട് രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ചെറിയവരുടെ നിലവിളിക്ക് മുമ്പിൽ മനസ്സലിയുന്ന, കരുണ കാട്ടുന്ന ഒരു ദൈവമുണ്ട്. നിസ്സഹായരെ കാണുന്ന ഒരു ദൈവമുണ്ട്. ചെറിയവരുടെ നിലവിളിക്ക് മുമ്പിൽ മനസ്സലിയുന്ന, കരുണ കാട്ടുന്ന ഒരു ദൈവമുണ്ട്. നിസ്സഹായരെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഫറവോൻ്റെ അടിമകളായി സ്വന്തം ജനത്തിൻ്റെ നിലവിളി കേൾക്കുന്ന ദൈവം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു. യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അടിമകളായ ചെറിയവരുടെ നിലവിളി കേൾക്കുന്ന ദൈവം, അടിമകളായ ചെറിയവരുടെ നിലവിളി കേൾക്കുന്നവനാണ് ദൈവം. മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 40 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ കാണുന്നു. കുരിശിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുമ്പോൾ കുരുടനായ ഭിക്ഷക്കാരൻ ബർത്തിമായി നിലവിളിക്കുന്നു, യേശുവേ, ദാവീദ് പുത്ര, കരുണ തോന്നേണമേ. യേശുവേ, ദാവീദ് പുത്ര, കരുണ തോന്നേണമേ. ഷെഡ്യൂൾഡ് പ്രോഗ്രാം പോസ്റ്റ്പോൺ ചെയ്തു. യേശു അവിടെ നിന്നു. അവന് കാഴ്ച നൽകി. ചെറിയവരുടെ നിലവിളി കേൾക്കുന്ന ദൈവം, ഈ നിലവിളി നാം ഇന്ന് കേൾക്കാറുണ്ടോ? ചെവി തുറന്നു പിടിക്കണം. ഈ കരച്ചിൽ കേൾക്കാതിരിക്കില്ല. ജീസസ് stood at the bleeding point of the society. യേശു നിന്നിടത്ത് നാം നിൽക്കണം. യേശു കേട്ട നിലവിളി നാം കേൾക്കണം. ചെറിയവരുടെ നിലവിളിക്ക് മുൻപിൽ പതറാതെ, കാതടയ്ക്കാതെ, കരുണ കാട്ടുവാൻ, മനസ്സലിയുവാൻ നമുക്ക് സാധിക്കണം. ചെറിയവരുടെ നിലവിളിക്ക് മുൻപിൽ പതറാതെ, കാതടയ്ക്കാതെ, കരുണ കാട്ടുവാൻ, മനസ്സലിയുവാൻ നമുക്ക് സാധിക്കണം. 5, ചെറിയവരെ കാണുന്ന ദൈവം. യഹോവ ഏലിയാവിനെ സരേഫാത്തിലെ വിധവയുടെ അടുക്കിലേക്ക് അയക്കുന്ന സംഭവമാണ് 1 രാജാക്കന്മാർ 17-ാം അധ്യായം 8 മുതൽ 16 വരെയുള്ള വേദഭാഗത്ത് നാം വായിക്കുന്നത്. സാരേഫാത്തിലെ ഈ വിധവ ദാരിദ്ര്യത്തിൻ്റെയും സങ്കടത്തിൻ്റെയും പ്രതിബന്ധങ്ങളുടെയും മധ്യത്തിൽ ദുരിതമനുഭവിക്കുന്നവരുടെ പ്രതിനിധിയാണ്. ആരും സഹായിക്കാനില്ലാതെ സ്വന്തം മകനുമായി മരണത്തെ മുഖാമുഖം കാണുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവളെ ആഴത്തിൽ കണ്ടു. ആ കാഴ്ചയിൽ അവളുടെ കണ്ണുനീരും അവളുടെ വേവലാതിയും തളർച്ചയും എല്ലാം ഉണ്ടായിരുന്നു. വേദനപ്പെടുന്ന വിധവയെപ്പോലെയുള്ള ചെറിയവരെ ആഴത്തിൽ കാണുന്നവനാണ്, അടുത്ത് കാണുന്നവനാണ് നമ്മുടെ ദൈവം. വേദനപ്പെടുന്ന വിധവയെപ്പോലെയുള്ള ചെറിയവരെ ആഴത്തിൽ കാണുന്നവനാണ്, അടുത്ത് കാണുന്നവനാണ് നമ്മുടെ ദൈവം. സരേഫാത്തിലെത്തുന്ന ഏലിയാവും ഒരർത്ഥത്തിൽ ദുർബലനാണ്. കാരണം ആഹാരാജാവിനോട് ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പ്രസ്താവിച്ച ശേഷം ഭയന്നാണ് ഏലിയാവ് വിധവയുടെ ഭവനത്തിലെത്തിയിരിക്കുന്നത്. ദുർബലരായ 2 പേരുടെ സംഗമമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. വിധവ ദാരിദ്ര്യം കൊണ്ടും ഏലിയാവ് ഇപ്പോൾ നിലനിൽക്കുന്ന സമ്മർദ്ദങ്ങൾ കൊണ്ടും ദുർബലനാണ്.
യഹോവയ്ക്ക് വേണ്ടി ആഹാബ് രാജാവിനെ വെല്ലുവിളിച്ച ഏലിയാവ് ഇപ്പോൾ യഹോവയുടെ നിർദ്ദേശപ്രകാരം സ്വന്തം ജീവനെ സംരക്ഷിക്കാൻ ഒരു ദരിദ്ര വിധവയുടെ ഭവനത്തിൽ അഭയം തേടുന്നു. സ്വാഭാവികമായും ഏലിയാവിൻ്റെ മനസ്സിൽ ഉയരാവുന്ന ചില ചോദ്യങ്ങളുണ്ട്. രാജാവിന് മുൻപിൽ യഹോവയ്ക്കായി തലയുയർത്തി നിന്ന താൻ എന്തിന് ഭക്ഷണത്തിന് താമസത്തിനുമായി ഒരു വിധവയ്ക്ക് മുൻപിൽ തല താഴ്ത്തി നിൽക്കണം? യഹോവയ്ക്കായി ഇറങ്ങിത്തിരിച്ച താൻ എന്തിന് കഷ്ടമനുഭവിക്കണം? ഈ ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും പല സാഹചര്യങ്ങളിലും നമ്മോട് തന്നെ നിരവധി തവണ ചോദിച്ചിരിക്കാം. ഇത് മനുഷ്യജീവിതത്തിൻ്റെ വലിപ്പത്തെ സംബന്ധിച്ച് നമുക്ക് നൽകുന്ന ചില ദർശനങ്ങളാണ്. ഒന്നാമതായി, മനുഷ്യജീവിതത്തിൻ്റെ വലിപ്പം, ചെറുപ്പം എന്നിവ നാം സ്വയം നിർണയിക്കുന്ന ഘടകങ്ങളല്ല. ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിപ്പം നമ്മുടെ വലിപ്പമല്ല, നമ്മിൽ നിറയുന്ന ദൈവത്തിൻ്റെ വലിപ്പമാണ്. ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിപ്പം നമ്മുടെ വലിപ്പമല്ല, നമ്മിൽ നിറയുന്ന ദൈവത്തിൻ്റെ വലിപ്പമാണ്. നാം നമ്മുടെ വലിപ്പത്തെ സംബന്ധിച്ചാണ് ഇക്കാലത്ത് ഭാരപ്പെടുന്നത്. നമ്മിൽ നിറയുന്ന ദൈവത്തിൻ്റെ വലിപ്പത്തെ പരിപോഷിപ്പിക്കാൻ നമുക്ക് കഴിയുമോ? രണ്ടാമതായി, ദൈവം ചേർത്ത് നിർത്തുന്ന സാധാരണക്കാർക്ക് എത്ര വലിപ്പം നൽകാൻ നമുക്ക് കഴിയുന്നു എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വലിപ്പം നിർണ്ണയിക്കുന്നത്. ദൈവം ചേർത്ത് നിർത്തുന്ന സാധാരണക്കാർക്ക് എത്ര വലിപ്പം നൽകാൻ നമുക്ക് കഴിയുന്നു എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വലിപ്പം നിർണ്ണയിക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്വയം വളർന്ന് പർവ്വതങ്ങളാകാൻ ശ്രമിക്കുന്ന നാം എത്ര ജീവിതങ്ങൾക്ക് വലിപ്പം നൽകിയിട്ടുണ്ട്? ദൈവം തമ്പുരാനോടൊപ്പം ചെറിയവരെ ചേർത്തു പിടിക്കാനുള്ള ആഹ്വാനമാണ് ഈ വേദഭാഗം നൽകുന്നത്. ദൈവം തമ്പുരാനോടൊപ്പം ചെറിയവരെ ചേർത്തു പിടിക്കാനുള്ള ആഹ്വാനമാണ് ഈ വേദഭാഗം നമുക്ക് നൽകുന്നത്. കാരണം തമ്പുരാൻ ചെറിയവരെ കാണുന്നവനും ചേർത്ത് പിടിക്കുന്നവനുമാണ് എന്ന കാരണത്താൽ തന്നെ. 6, ചെറിയ കാര്യങ്ങളിലൂടെ വലിയ സത്യങ്ങൾ പഠിപ്പിക്കുന്ന ദൈവം. 2 രാജാക്കന്മാർ 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വേദഭാഗത്ത് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. വളരെ ദരിദ്രയായൊരു വിധവയുടെ 2 മക്കളെ കടക്കാർ പിടിച്ചുകൊണ്ടുപോകാൻ തുടങ്ങുകയാണ്. അവൾ എലീശാ പ്രവാചകൻ്റെ അടുക്കൽ സഹായത്തിനായി വരുന്നു. പ്രവാചകൻ അവളോട് ചോദിക്കുന്നു, നിൻ്റെ വീട്ടിൽ എന്തുണ്ട്? ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. പ്രവാചകൻ അവളോട്, നീ ചെന്ന് നിൻ്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്. അവൾ അപ്രകാരം ചെയ്തു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, നീയും നിൻ്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും എണ്ണ പകരുക. നിറയുന്നത് ഒരു ഭാഗത്ത് മാറ്റിവെക്കുക. പെട്ടെന്ന് അവൾക്ക് മനസ്സിലായി, അവളുടെ ചെറിയ സമ്പാദ്യമായ ചെറിയ ഭരണിയിലെ എണ്ണ പാത്രങ്ങൾ മുഴുവൻ നിറച്ചു എന്ന്. ആ എണ്ണ വിറ്റ് എല്ലാ കടവും വീട്ടി. ദൈവം അവളുടെ ചെറിയ സാധ്യതയെ പരിപോഷിപ്പിച്ചു. ദൈവം തമ്പുരാൻ്റെ അപരിമേയമായ ശക്തി അവളുടെ ചെറിയ ഭരണിയിലെ എണ്ണയെ വിലയുള്ളതാക്കി തീർത്തു. അത് ഒരു കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് മുഖാന്തരമായി. സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാരെന്ന ശിഷ്യന്മാരുടെ ചോദ്യത്തിന് ഉത്തരമായി യേശു ഒരു ശിശുവിനെ അടുത്ത് വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെപ്പോലെ ആയി വരുന്നില്ല എങ്കിൽ
സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നു പറഞ്ഞു. സ്വർഗരാജ്യ പ്രവേശനമെന്ന വലിയ രഹസ്യത്തെ പഠിപ്പിക്കാൻ ചെറിയ പൈതലിനെ കർത്താവ് ഉപയോഗിക്കുന്നു. 7. ചെറിയവരിലൂടെ വൻ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ കാണുന്നു. ക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന ഈ സംഭവം ചെറിയ കാര്യങ്ങളിന്മേൽ പ്രവർത്തിക്കുന്ന അത്ഭുതകരമായ ദൈവകൃപയുടെ സൂചകമാണ്. ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന ക്രിസ്തുവിൻ്റെ ചോദ്യം ജനസമൂഹത്തെ ഒഴിവാക്കുന്നതിന് ലക്ഷ്യം വെച്ചിട്ടുള്ളതായിരുന്നില്ല. മറിച്ച് അവരെ സഹായിക്കാൻ ശിഷ്യന്മാർ എവിടെ നിന്ന് വഴി എത്തുമെന്ന സാധ്യതയെ ആരായുന്നതായിരുന്നു. ഓരോരുത്തനെ അല്പമല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകയില്ല എന്ന ഫിലിപ്പോസിൻ്റെ മറുപടി ലക്ഷ്യത്തിൽ നിന്ന് ഓടി ഒളിക്കാനുള്ള മനുഷ്യൻ്റെ വ്യഗ്രതയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ കുറവുകളെക്കുറിച്ച് നാം ബോധ്യമുള്ളവരാകണം. അതേസമയം നമ്മുടെ നിറവുകളെക്കുറിച്ചും നമുക്ക് വ്യക്തമായ തിരിച്ചറിവുണ്ടാകണം. നമ്മുടെ കുറവുകളെക്കുറിച്ച് നാം ബോധ്യമുള്ളവരാകണം. അതേസമയം നമ്മുടെ നിറവുകളെക്കുറിച്ചും നമുക്ക് വ്യക്തമായ തിരിച്ചറിവുണ്ടാകണം. ഇവിടെ ഫിലിപ്പോസ് ക്രിസ്തുവിന് നൽകുന്ന മറുപടിയിൽ പ്രതിഫലിക്കുന്ന 2 ഒഴിവുകഴിവുകളുണ്ട്. അവയിൽ ഒന്നാമത്തെ ഒഴികഴിവ് സാമ്പത്തിക അടിസ്ഥാനത്തിലുള്ളതാണ്. ജനത്തിന് ഭക്ഷണം നൽകുന്നതിന് കുറഞ്ഞത് 200 വെള്ളിക്കാശെങ്കിലും ആവശ്യമാണ്. രണ്ടാമത്തെ ഒഴികഴിവ് വലിയൊരു തുക ചെലവഴിച്ചാലും ജനത്തിന് അല്പാൽപ്പം മാത്രമേ നൽകാനാവൂ എന്നതാണ്. ജനക്കൂട്ടത്തിന് അപ്പം നൽകുക എന്ന ദൗത്യം ഫലകരമായി നിർവഹിക്കാവുന്ന കാര്യമല്ലെന്ന് ഫിലിപ്പോസ് സൂചിപ്പിക്കുന്നു. എന്നാൽ ഫിലിപ്പോസിൻ്റെ മറുപടി കർത്താവിനെ തൻ്റെ ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നില്ല. അന്ത്രയോസ് സജീവമായ ഒരു പ്രൊപ്പോസൽ ക്രിസ്തുവിൻ്റെ മുൻപിൽ അവതരിപ്പിക്കുന്നു. ഇവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട് എന്നതാണ് സാധ്യത. പ്രാഥമികമായ നിഗമനത്തിൽ അന്ത്രയോസിൻ്റെ മറുപടി ഒരു റാഷണലായ മറുപടിയല്ല. 5 യവത്തപ്പവും 2 മീനും ആർക്ക് തികയാനാണ് എന്ന് ഏതൊരാളും ചിന്തിച്ചു പോകും. എന്നാൽ ഇവിടെയാണ് ചെറിയ കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി നാം തിരിച്ചറിയുന്നത്. എന്നാൽ അവൻ തൻ്റെ പ്രവർത്തനങ്ങളിൽ മാനുഷിക പങ്കാളിത്തം ആഗ്രഹിക്കുന്നു. ചെറുതെന്നും തികയാത്തതെന്നും ഒക്കെ മനുഷ്യൻ കരുതുന്ന അനുഭവങ്ങളിൽ പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയും. എന്നാൽ വിട്ടുകൊടുക്കാനും മുറിക്കപ്പെടുവാനുമൊക്കെ നമുക്ക് മനസ്സുണ്ടാകണം എന്നു മാത്രം. ചെറുതെന്നും തികയാത്തതെന്നുമൊക്കെ മനുഷ്യൻ കരുതുന്ന അനുഭവങ്ങളിൽ പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയും. എന്നാൽ വിട്ടുകൊടുക്കാനും മുറിയപ്പെടുവാനുമൊക്കെ നമുക്ക് മനസ്സുണ്ടാകണം എന്ന് മാത്രം. ചെറുതെങ്കിലും ക്രിസ്തുവിനോട് ചേർന്ന് വിസ്മയമാകുമ്പോൾ നമുക്ക് കഴിയും. ഏൽപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ബാലകനും 5 അപ്പവും 2 മീനും വലിയ അത്ഭുതമായി മാറുന്നു. 8. ചെറിയ സാധ്യതകളിലൂടെ വൻ കാര്യങ്ങൾ സാധ്യമാക്കി തീർക്കുന്ന തമ്പുരാൻ. പഴയ നിയമത്തിൽ നയമാൻ്റെ സൗഖ്യത്തിന് കാരണക്കാരിയായ ചെറിയ അടിമ പെൺകുട്ടിയെ 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങൾ കാണും. നയമാൻ എന്ന വീരശൂര പരാക്രമശാലി നിശ്ചയമായും അവൻ്റെ സമയവും സമ്പത്തും അറിവും പരിശ്രമവും എല്ലാം ഈ രോഗത്തിൻ്റെ സൗഖ്യത്തിനായി അവൻ വിനിയോഗിച്ചു കാണും. എന്നാൽ അവൻ്റെ സൗഖ്യം പ്രതീക്ഷകളിൽ നിന്നും ഏറെ ഏറെ അകലെയായിരുന്നു. അവൻ്റെ മനസ്സ് ദുഃഖത്തിലും നിരാശയിലും പ്രതീക്ഷയില്ലായ്മയിലും ആയിരുന്നപ്പോൾ ഈ അടിമ പെൺകുട്ടി പ്രത്യക്ഷപ്പെടുന്നു.
താൻ ജോലി ചെയ്യുന്ന ഭവനത്തിൻ്റെ ദുഃഖങ്ങളും നൊമ്പരങ്ങളും ഈ പെൺകുട്ടി ഒപ്പിയെടുക്കുന്നു. അവയെ ഒപ്പിയെടുക്കുക മാത്രമല്ല, താനിപ്പോൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ആ ഭവനം അനുഭവിക്കുന്ന പ്രതിസന്ധിയെ മറികടക്കാൻ എങ്ങനെ സഹായിക്കാം എന്ന് അവൾ ചിന്തിക്കുകയും അതിനായുള്ള മാർഗങ്ങൾ അവൾ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. അവരുടെ ദുഃഖങ്ങൾക്ക് മേൽ സഹതപിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയല്ല ഈ പെൺകുട്ടി. അവൾ അവരുടെ ദുഃഖങ്ങൾ സജീവമായി ഇടപെടുന്നവളാണ്. തൻ്റെ യജമാനത്തിയോട് അവൾ നടത്തുന്ന ആശയവിനിമയം തെളിമയുള്ളതാണ്. യജമാനന് ദിശാബോധം നൽകത്തക്ക രീതിയിലാണ് അവൾ വിവരങ്ങൾ യജമാനത്തിയുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. പേരിന് വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടിയും മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ ഇന്നത് ചെയ്തുവെന്ന് കാണിക്കുന്ന നമ്മുടെ മുൻപിൽ പേരോ പാരമ്പര്യമോ കുടുംബമഹിമയോ ഒന്നും തന്നെ പരിചയപ്പെടുത്താത്ത ഒരു അടിമ പെൺകുട്ടിയുടെ ചെറിയ പ്രവൃത്തിയെ ദൈവത്തിൻ്റെ വലിയ കരുണയാൽ ഒരു വ്യക്തിയുടെയും ഒരു കുടുംബത്തിൻ്റെയും സൗഖ്യത്തിനും രക്ഷയ്ക്കും മുഖാന്തരമാക്കുന്ന സ്വർഗീയ പദ്ധതിയായി മാറുകയാണ്. 9. ചെറിയവരുടെ അർപ്പണത്തെ ശ്രദ്ധിക്കുന്ന ദൈവം. 2. കാശിട്ട വിധവ. മർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. 2 കാശിട്ട വിധവയെക്കുറിച്ചുള്ള വേദഭാഗത്തിൽ ചെറിയവരുടെ പ്രതികരണത്തെ ശ്രദ്ധിക്കുന്ന യേശുവിനെയാണ് സുവിശേഷകൻ അവതരിപ്പിക്കുന്നത്. ശ്രീഭണ്ഡാരത്തിൽ ധാരാളം ആളുകൾ പണമിട്ടെങ്കിലും ക്രിസ്തുവിൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചത് വിധവ നിക്ഷേപിച്ച 2 നാണയങ്ങളാണ്. ധനവാന്മാർ പലരും വളരെ വളരെ ഇട്ടു എന്ന് വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ സാധാരണമായ വീക്ഷണത്തിൽ ധനവാന്മാരുടെ വളരെ ഇടുന്ന കാഴ്ചയാകണം പൊതുസമൂഹം പ്രശംസിക്കുന്ന കാഴ്ച. എന്നാൽ ക്രിസ്തു തൻ്റെ വ്യത്യസ്തമായ കാഴ്ചയിലൂടെ തൻ്റെ കാഴ്ചപ്പാട് അവതരിപ്പിക്കുകയാണ്. ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു എന്നതാണ് യേശു കർത്താവ് ഈ സംഭവത്തെക്കുറിച്ച് നടത്തുന്ന നിരീക്ഷണം. അതിനർത്ഥം ദരിദ്രയായ വിധവയുടെ അർപ്പണത്തെ തമ്പുരാൻ കൂടുതൽ പ്രാധാന്യം നൽകിയെന്നതാണ്. ഈ സംഭവം നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദർശനം നാം എത്ര നൽകുന്നു എന്നതല്ല, നമ്മുടെ നൽകലിൽ നാം എത്രമാത്രം ആഴമായി ആത്മാർത്ഥമായി സമർപ്പിക്കുന്നു എന്നതാണ്. ഈ സംഭവം നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദർശനം നാം എത്ര നൽകുന്നു എന്നതല്ല, നമ്മുടെ നൽകലിൽ നാം എത്രമാത്രം ആഴമായി ആത്മാർത്ഥമായി സമർപ്പിക്കുന്നു എന്നതാണ്. ധനവാന്മാർ വളരെ ഇട്ടു, എന്നാൽ അത് അവരുടെ സമൃദ്ധിയിൽ നിന്നാകയാൽ അതിന് പിന്നിലുള്ള സമർപ്പണം സമ്പൂർണ്ണമായിരുന്നില്ല. എന്നാൽ വിധവയുടെ സമർപ്പണം ഒന്നുമില്ലായ്മയിൽ നിന്നുമാകയാൽ അവളുടെ സമർപ്പണം കൂടുതൽ ശക്തമായിരുന്നു. എത്രമാത്രം ഇട്ടു എന്നതല്ല, എത്രമാത്രം സമ്പൂർണ്ണമായിരുന്നു എന്ന് തമ്പുരാൻ ശ്രദ്ധിക്കുന്നു. സമൃദ്ധിയിൽ നിന്നിട്ടു, ഉപജീവൻ മുഴുവനിട്ടു. ഈ 2 അർപ്പണങ്ങളെയും ആഴത്തിൽ ദർശിക്കാൻ നമുക്ക് കഴിയണം. സമൃദ്ധിയിൽ നിന്നുള്ള അർപ്പണം സുരക്ഷിതമായ നിക്ഷേപമാണ്. കാരണം ആ അർപ്പണം അർപ്പിക്കുന്നവനിൽ സൃഷ്ടിക്കുന്ന പങ്കിടൽ തുലവും ചെറുതാണ്. ഒത്തിരിയിൽ നിന്നുള്ള ഇത്തിരി എന്ന് നമുക്ക് ഈ അർപ്പണത്തെ പറയാം. എന്നാൽ ഇല്ലായ്മയിൽ നിന്നും തനിക്കുള്ള ഉപജീവനം മുഴുവനും ഇട്ടു എന്ന് പറയുമ്പോൾ ഈ അർപ്പണം ഇത്തിരിയിൽ നിന്നുള്ള ഒത്തിരിയായി മാറുന്നു. സമ്പന്നർക്ക് ഇനിയും നിക്ഷേപങ്ങൾ ശേഷിക്കുമ്പോൾ ദരിദ്രയായ വിധവയ്ക്ക് അവൾക്ക് ആകെയുള്ള നിക്ഷേപം നഷ്ടമാകുന്നു. അതിനർത്ഥം ഇനി അവളുടെ സമ്പത്ത് അഥവാ നിക്ഷേപം ക്രിസ്തു മാത്രമാണ് എന്നതാണ്. പ്രിയരെ,
വചനത്തിലൂടെ നാം കണ്ടതും ധ്യാനിച്ചതും പകർത്തിയതും മിഴിവാർന്ന ചില മുത്തുകളെയാണ്. ദൈവം ചേർത്ത് നിർത്തിയ ഹാഗാറിനെയും സാരേഫാത്തിലെ വിധവയെയും ഭണ്ഡാരത്തിനരികെ ദരിദ്രയായ വിധവയെയും 5 അപ്പവും 2 മീനുമായ ചെറിയ ബാലകനെയും അടിമയായ പെൺകുട്ടിയെയും നാം കണ്ടുമുട്ടി. വലിയ കാര്യങ്ങൾ ചെയ്യാൻ കർത്താവ് ചെറിയ മനുഷ്യരെ ഉപയോഗിക്കും. ദൈവിക പദ്ധതിയിൽ ചെറുതിൻ്റെ മഹത്വവും ചെറിയവരുടെ നിയോഗങ്ങളും സാധ്യതകളും ഈ ധ്യാനത്തിലൂടെ നാം തിരിച്ചറിയുവാൻ ശ്രമിക്കുകയായിരുന്നു. യേശു പറഞ്ഞു, ഈ ചെറിയവരിൽ ഒരുത്തനെ നിങ്ങൾ ചെയ്തതെല്ലാം എനിക്കാകുന്നു ചെയ്തത്. ദൈവിക രക്ഷാപദ്ധതിയിൽ ഒരു ശിശുവായി ജന്മമെടുത്ത് ക്രൂശിലെ മരണത്തോളം താഴ്ത്തിയവന് മറ്റൊരു മാർഗം കാട്ടിത്തരുവാനില്ലായിരുന്നു. ചെറിയവരെയും ചെറിയതിനെയും അംഗീകരിക്കണമെങ്കിൽ നമുക്കും ദൈവത്തിൻ്റെ മനസ്സുണ്ടാകണം. ക്രിസ്തു ചെറിയവരെ പെട്ടതിനാലാവണമല്ലോ തിരുവവതാര പദ്ധതിയിൽ പുൽക്കൂടിനെയും ഗ്രാമീണ കന്യകയായ മറിയാമിനെയും വിലപ്പെട്ടതായി കണ്ടത്. നമുക്ക് ക്രിസ്തുവിൻ്റെ മനസ്സും കാഴ്ചപ്പാടും കാഴ്ചയും സ്വീകരിക്കാം. ചെറിയവ നിസ്സാരമായവയല്ല, അവയും അംഗീകാരവും പരിഗണനയും അർഹിക്കുന്നു എന്ന വിശാല ദർശനത്തിലേക്ക് ക്രിസ്തു ശിഷ്യർ വളർന്നേ മതിയാകൂ. അവൻ്റെ കണ്ണുകൾ കണ്ടത് സമൂഹത്തിലെ ഉയർന്നവരെ ആയിരുന്നില്ല, മറിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും പരിത്യജിക്കപ്പെട്ടവരെയുമായിരുന്നു. അതുകൊണ്ട് തന്നെയാകാം പൊക്കമില്ലാത്ത ചെറിയ സക്കായിയെ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നവൻ കണ്ടത്. അതുകൊണ്ട് തന്നെയാവണം ദേവാലയ ഭണ്ഡാരത്തിൽ 2 ചെമ്പ് തൊട്ടുകൾ നിക്ഷേപിച്ച വിധവയുടെ ചില്ലിക്കാശിനെ അവൻ ശ്രദ്ധിച്ചത്. ചെറുതിനോടായിരുന്നു അവന് താല്പര്യം. വലിയ ലോകത്തിൽ ചെറുതായി മാറാൻ അവന് 33 വർഷക്കാലം ധാരാളമായിരുന്നു. അവൻ തൊട്ടവരും ചെറിയവരായിരുന്നു. ജനിച്ച കാലിത്തൊഴുത്ത് മുതൽ അവന് തുണയേകിയത് ചെറിയവരായിരുന്നു. തച്ചൻ്റെ മകനായി നസ്രയത്തിലെ ചെറിയ കുടുംബത്തിലാണ് അവൻ വളർന്നത്. അവിടെ നിന്ന് അവനെ ആകർഷിച്ചതും എല്ലാം ചെറിയവരായിരുന്നു. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ 12 ചെറിയവരെയാണ് അവൻ തിരഞ്ഞെടുത്തത്. ക്രിസ്തുവിനെ പോലെ ആകുവാൻ ആണ് ഓരോ ക്രൈസ്തവനും വിളിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്ത്യാനി എന്നാൽ തമ്പുരാൻ്റെ ഇഷ്ടമറിഞ്ഞ് അവനെ അനുഗമിക്കുന്നവനാണ്. ക്രിസ്ത്യാനി എന്നാൽ തമ്പുരാൻ്റെ ഇഷ്ടമറിഞ്ഞ് അവനെ അനുഗമിക്കുന്നവനാണ്. അവന് മാത്രമേ ക്രിസ്തു ശിഷ്യരാകുവാൻ സാധിക്കൂ. ക്രിസ്തുവിനെ പോലെ ആകണമെങ്കിൽ ചെറുതാകാൻ പഠിക്കണം. സ്നാപയോഹന്നാൻ്റെ വാക്കുകൾ ഓരോ ക്രിസ്ത്യാനിക്കും മുതൽക്കൂട്ടാണ്. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. വലുതിനെ തേടുന്ന വലിയവയെ മാത്രം ശ്രദ്ധിക്കുന്ന ലോകത്ത് ചെറുതാകണമെങ്കിൽ വളരെ പ്രയാസമാണ്. അതായിരിക്കാം ക്രിസ്തു ഇപ്രകാരം പറഞ്ഞത്, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നത് എളുപ്പമെന്ന്. വലുതിനെ മാത്രം തേടിപ്പോകുന്നത് കൊണ്ടാവാം ഇന്ന് കുടുംബ ബന്ധങ്ങളിലും വ്യക്തിജീവിതങ്ങളിലും മനുഷ്യന് സംതൃപ്തി കണ്ടെത്തുവാൻ കഴിയാത്തത്. വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകളും കുടുംബ തകർച്ചകളും എല്ലാം തന്നെ ചെറിയ സന്തോഷങ്ങളെയും സാധ്യതകളെയും നാം കാണാതെ പോകുന്നതിൻ്റെ പരിണിത ഫലങ്ങളാണ്. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പറയുന്നു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്തെ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും
ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവീൻ എന്ന് പറയും. എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം? ഈ ചെറിയവരുടെയും ഈ നിലവിളിക്കുന്നവരുടെയും നിലവിളി കേട്ട് അവർക്ക് വേണ്ടി നിൽക്കുന്നതും അവരെ മാർവോട് ചേർത്ത് അണയ്ക്കുന്നതുമാണ് പിതാവിൻ്റെ ഇഷ്ടം. ഈ ചെറിയവരുടെയും ഈ നിലവിളിക്കുന്നവരുടെയും നിലവിളി കേട്ട് അവർക്ക് വേണ്ടി നിൽക്കുന്നതും അവരെ മാർവോട് ചേർത്ത് അണയ്ക്കുന്നതുമാണ് പിതാവിൻ്റെ ഇഷ്ടം. സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാരെന്ന ചോദ്യത്തിന് ഒരു ശിശുവിനെ ശിഷ്യരുടെ നടുവിൽ നിർത്തിയവനാണ് നമ്മുടെ കർത്താവ്. തിരുസഭയുടെ ദൈവരാജ്യ ശുശ്രൂഷകൾ, കാരുണ്യ വഴികൾ എല്ലാം തന്നെ ഈ ചെറിയതിൻ്റെയും ചെറിയവരുടെയും ആളും അർത്ഥവും അവകാശവും ഇല്ലാത്തവരുടെയും അനുഭവ കഥകളാണ്. ഓർമ്മയിൽ വരുന്ന ചില സംഭവങ്ങൾ പങ്കുവയ്ക്കട്ടെ. മാരാമൺ കൺവെൻഷൻ്റെ ആദ്യകാലങ്ങളിൽ ഇരുകരകളിലും ധാരാളം യാചകർ ഉണ്ടായിരുന്നു. ആ ചെറിയവരുടെ നിസ്സഹായത കണ്ട സഭ ആരംഭിച്ചതാണ് കുമ്പനാട്ടെയും അയിരൂരിലെയും മന്ദിരങ്ങൾ. വെറുതെയല്ല, ഈ ചെറിയവരെ ചേർത്ത് നിർത്തുന്നതിനു വേണ്ടിയാണ്. കൊട്ടാരക്കര ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ ഒരമ്മ ചട്ടയും മുണ്ടും എടുത്ത് നേരിയത് കഴുത്തിൽ ചുറ്റി സിമൻറ്റ് ബെഞ്ചിലിരിക്കുകയാണ്. അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഏറെ സമയമായി. സമീപത്തെ സ്റ്റാൾ നടത്തിപ്പുകാരിയായ സ്ത്രീ അമ്മയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പലപ്പോഴും ഇരിക്കുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് ബസ്സുകളുടെ ബോർഡ് നോക്കിയിട്ട് വീണ്ടും തിരികെ വന്നിരിക്കും. വൈകുന്നേരം 5 മണി കഴിഞ്ഞു. അമ്മ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. പേര്, സ്ഥലം, എവിടെയാണ് പോകേണ്ടത്, ഇതൊന്നിനും തന്നെ മറുപടിയില്ല. കുറേ കൂടി വ്യക്തമായി പറഞ്ഞാൽ അതൊന്നും തന്നെ അമ്മച്ചി ഓർക്കുന്നില്ല. പോലീസുകാർ ആ അമ്മയെ നമ്മുടെ ജൂബിലി മന്ദിരത്തിലെത്തിച്ചു. അടിമുടി ശ്രദ്ധിച്ചപ്പോൾ അമ്മ ധരിച്ചിരുന്ന നേരിയതിൻ്റെ അറ്റത്ത് മൊബൈൽ നമ്പർ കുറിച്ചിട്ടിരുന്നു. ആ നമ്പറിൽ വിളിച്ചപ്പോൾ അമ്മയുടെ മകനെ കിട്ടി. ഉച്ച മുതൽ അവർ വെപ്രാളപ്പെട്ട് എല്ലായിടത്തും തിരയുകയാണ് അമ്മയെ. ഈ അമ്മ ഓർമ്മയില്ലാത്ത അമ്മ, ഓർമ്മ നഷ്ടപ്പെട്ട അമ്മ. ആ അമ്മയാണ് തമ്പുരാൻ പുനലൂരിലുള്ള അൽഷിമേഴ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ സ്മൃതി ആരംഭിക്കാൻ എടുത്തുപയോഗിച്ചത്. ഈ ഓർമ്മയില്ലാത്ത അമ്മയെയാണ് തമ്പുരാൻ പുനലൂരിലുള്ള അൽഷിമേഴ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ സ്മൃതി ആരംഭിക്കാൻ എടുത്തുപയോഗിച്ചത്. സഭയുടെ മറ്റൊരു സ്ഥാപനം. ഒരമ്മ തൻ്റെ മകളുമായി വന്നിരിക്കുന്നു. അവർ കണ്ണീരോടെ പറയുന്നു, കഴിഞ്ഞ 6 മാസമായി ഞാൻ ഉറങ്ങിയിട്ട്. എൻ്റെ ഈ മകൾ ഞാൻ പുനർവിവാഹം ചെയ്ത് ഇപ്പോൾ വന്നിരിക്കുന്ന വീട്ടിൽ സുരക്ഷിതയല്ല. അവൾക്ക് മനസ്സമാധാനത്തോടെ പാർക്കാൻ, പഠിക്കാൻ, ജീവിക്കാൻ ഒരിടം വേണം. ഈ ചെറിയവരുടെ നിലവിളിയാണ് കുണ്ടറയിലെ അഭയം ബാലികാഭവൻ. ഈ ചെറിയവരുടെ നിലവിളിയാണ് കുണ്ടറയിലെ അഭയം ബാലികാഭവൻ. വർഷങ്ങൾക്ക് മുമ്പ് പത്തനാപുരത്തുള്ള സെൻറ്റർ കൺവെൻഷനിൽ സ്തോത്രാഴ്ച എടുക്കുന്ന സമയം പ്രസംഗിക്കാൻ പോയിരുന്ന ഭാഗ്യസ്മരണീയനായ സക്രിയാസ് മാർ തിയോഫിലോസ് തിരുമേനി കണ്ടു. വികലാംഗനായൊരു ചെറുപ്പക്കാരൻ ഇഴഞ്ഞ് സ്തോത്രാഴ്ച ഇടാൻ വരുന്നത്. ഈ ചെറിയവനെയാണ് പിടവൂർ ആശാഭവൻ ആരംഭിക്കുന്നതിനായി ദൈവം എടുത്തുപയോഗിച്ചത്. ഈ ചെറിയവനെയാണ് പിടവൂർ ആശാഭവൻ ആരംഭിക്കുന്നതിനായി ദൈവം എടുത്തുപയോഗിച്ചത്. മുമ്പേ റെഡ് സ്ട്രീറ്റിൽ അലയുന്ന അഡ്രസ്സില്ലാത്ത കുട്ടികളെയും സെക്സ് വർക്കേഴ്സായി പ്രവർത്തിക്കുന്ന അഡ്രസ്സില്ലാത്ത സ്ത്രീകളെയും കണ്ടപ്പോൾ അസ്വസ്ഥരായ ഉമ്മൻ ജോർജ് അച്ഛനെയും ഇന്നത്തെ നമ്മുടെ പ്രിയപ്പെട്ട തീത്തോസ് തിരുമേനി, പീലക്സിനോസ് തിരുമേനിയെയും ആണ് മുമ്പേ മൂർബാദിലുള്ള നവജീവൻ സെൻറ്റർ ആരംഭിക്കാൻ തമ്പുരാൻ എടുത്തുപയോഗിച്ചത്.
ആ സ്ട്രീറ്റിൽ കണ്ട ഈ ചെറിയവരാണ് അനേക അഡ്രസ്സില്ലാത്ത ചെറിയവർക്ക് അഡ്രസ്സും ജീവനും നൽകാൻ കാരണമായി തീർന്നത്. NS വർഗീസ് അച്ഛനും PN അലക്സാണ്ടർ അച്ഛനും സഭയിലെ ഒരു മെത്രാച്ചനെ തിരുവനന്തപുരത്തുള്ള മാനസിക രോഗ ആശുപത്രി സന്ദർശിക്കാൻ കൊണ്ടുപോയി. തിരുമേനിക്ക് അസുഖമുള്ളത് കൊണ്ടല്ല, കാണാൻ കൊണ്ടുപോയതാണ്. അസുഖം മാറി സ്വന്തക്കാർ ഉപേക്ഷിച്ച വലിയ കൂട്ടം ചെറിയവർ അവിടെയുണ്ട്. അവരാണ് റാന്നി 5 കുഴിയിൽ ആരംഭിച്ച മാർ ക്രിസോസ്റ്റം ഹാഫ് എ ഹോം ആരംഭിക്കാൻ പ്രചോദനം നൽകിയത്. ഒരു യുവജനസഖ്യാംഗം അവരുടെ ഭദ്രാസന എപ്പിസ്കോപ്പായോട് അവനെ വേദനിപ്പിച്ച ഒരു സംഭവം പങ്കുവച്ചു. കൊട്ടാരക്കര ടൗണിൽ അതികാലത്ത് ആ വഴി പോയപ്പോൾ കണ്ട ഒരു കാഴ്ച. മാനസിക വിഭ്രാന്തിയുള്ള ഒരു മനുഷ്യൻ ചപ്പുചവറുകൾ തിരഞ്ഞ് അതിൽ നിന്ന് എന്തോ ഭക്ഷിക്കുന്നു. ഈ ചെറിയവൻ്റെ വിശപ്പിൻ്റെ വിളിയാണ് എന്നും കാലത്ത് റോഡിൽ അഭയം പ്രാപിക്കുന്നവർക്ക് നൽകുന്ന സ്നേഹാമൃതം. കഴിഞ്ഞ 10 വർഷമായി ഒരു മുടക്കവും കൂടാതെ ഭക്ഷണം കൊടുത്തു വരുന്നു. കുഞ്ഞുണ്ണി മാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു: വലിയൊരു കുന്നിൽ മുകളിലിരുന്നാൽ വലിയവരാകയില്ലല്ലോ. വലിയവരായി തീരണമെങ്കിൽ ചെറിയവരാകണം ആദ്യം നാം. വലിയൊരു കുന്നിൻ മുകളിലിരുന്നാൽ വലിയവരാകയില്ലല്ലോ. വലിയവരായി തീരണമെങ്കിൽ ചെറിയവരാകണം ആദ്യം നാം. ഒരു ക്രിസ്മസ് രാത്രിയിൽ പാതിരാ കുർബാനയ്ക്ക് അമ്മയുടെ കൈപിടിച്ചു പോയ ഒരു കുഞ്ഞിനെക്കുറിച്ച് വായിച്ചതോർക്കുന്നു. പള്ളിമുറ്റത്ത് കണ്ട പുൽക്കൂടിന് മുമ്പിൽ അമ്മയോടൊപ്പം നിന്നു. അതിലെ രൂപങ്ങളെ നോക്കി കുഞ്ഞ് അമ്മയോട് ചോദിച്ചു: അമ്മേ, ഇതിലെ യേശു കർത്താവ് എന്തേ ഇത്ര ചെറുതായി കാണുന്നത്? യേശു കർത്താവ് വലുതായിരുന്നെങ്കിൽ കാണാൻ എന്ത് ഭംഗിയായിരുന്നു. ആ കുഞ്ഞുമുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു: മോനെ, യേശു കർത്താവിനെ എപ്പോഴും ചെറുതാകുന്നതാണിഷ്ടം. മോനെ, യേശു കർത്താവിന് എപ്പോഴും ചെറുതാകുന്നതാണിഷ്ടം. പലയിടങ്ങൾ പറഞ്ഞതാണെങ്കിലും ഈ സാഹചര്യത്തിൽ വീണ്ടും പറയാതെ വയ്യ. ഭാഗ്യസ്മരണീയനായ ക്രിസ്തോസ്റ്റം തിരുമേനി എന്നെ മാനസാന്തരപ്പെടുത്തിയ ഒരു സംഭവമാണ്. യുവജനസഖ്യം 60 വർഷം പിന്നിടുന്നതിൻ്റെ ആഘോഷ തിരക്കിലാണ്. അന്ന് ഞാനായിരുന്നു യുവജനസഖ്യത്തിൻ്റെ പ്രസിഡൻറ്റ്. പല പരിപാടികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു 60 പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹം. അന്ന് കേരളത്തിൽ 6 ഭദ്രാസനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഓരോ ഭദ്രാസനങ്ങളിലും 10 പേർ വെച്ചുള്ള വിവാഹമാണ് പ്ലാൻ ചെയ്തിരുന്നത്. തിരുവനന്തപുരത്തു നിന്ന് തുടങ്ങി എല്ലാ ഭദ്രാസനങ്ങളും വിപുലമായ സമൂഹവിവാഹം നടത്തി. ക്രിസ്തോസ്റ്റം തിരുമേനി മാത്രം അനങ്ങുന്നില്ല. ഞാനും സെക്രട്ടറി അച്ഛനും തിരുമേനിയെ കാണാൻ പോയി. തിരുമേനി പറഞ്ഞു: നിങ്ങൾ എത്ര പേരെ കെട്ടിക്കും? ഞാൻ പറഞ്ഞു 10 പേർ. നിങ്ങൾ എന്തെല്ലാം കൊടുക്കും? ഇന്നതെല്ലാം കൊടുക്കും. തിരുമേനി പറഞ്ഞു: അതെന്നെ ഏൽപ്പിച്ചോ, ഞാൻ കെട്ടിച്ചോളാം. ഞാൻ തന്നെ നേരിട്ട് പോയി കെട്ടിച്ചോളാം. എന്തെങ്കിലും കുറവ് വന്നാൽ അത് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തു കൊടുത്തോളാം. പക്ഷേ ഞങ്ങളുടെ താല്പര്യം സമൂഹവിവാഹം നടത്തണമെന്നല്ലേ. ഈ സമൂഹവിവാഹത്തിൻ്റെ ഗുണം ഇവരെ ഗുണപ്പെടുത്തുന്നു എന്നതിനേക്കാൾ അപ്പുറം നടത്തുന്നവർക്ക് അവരോടൊപ്പം നിന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ, എന്നിട്ട് പത്രത്തിലോ യുവദീപത്തിലോ ഇടണ്ടേ. അതല്ലേ അതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം. തിരുമേനി എന്നോട് ചോദിച്ചു: എന്തുകൊണ്ടാണ് സമൂഹവിവാഹത്തിന് ഇവർ നിന്ന് തരുന്നത്? ഞാൻ ഉടനെ മറുപടി പറഞ്ഞു: ദാരിദ്ര്യം കൊണ്ടാണ്. തിരുമേനി ഉടനെ പറഞ്ഞു: ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യാൻ ഞാനില്ല. ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യാൻ ഞാനില്ല. എൻ്റെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ചൊരു സംഭവമാണത്. ഇന്ന് നാം വീട് വെച്ച് കൊടുത്താൽ, ക്യാൻസർ രോഗിക്ക് സാമ്പത്തിക സഹായം ചെയ്താൽ, ഡയാലിസിസിനെ സഹായിച്ചാൽ, 10 പേർക്ക് ഭക്ഷണം കൊടുത്താൽ, കുട്ടികൾക്ക് പുസ്തകം കൊടുത്താൽ,
അതൊരു ഉത്സവമാക്കും. ഒന്നിലധികം ഫോട്ടോഗ്രാഫർമാരും വീഡിയോഗ്രാഫർമാരും അവിടെ ഉണ്ടാകും. പോരാ, ലൈവ് സ്ട്രീമിൽ ലോകമെമ്പാടും അത് കാണിക്കും. ഈ ചെറിയവൻ, ഈ ദരിദ്രൻ വ്യക്തിത്വമുള്ളവനാണെന്ന് പോലും മറന്നുപോകുന്നു. ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യുന്നതിൽ നാം ഇപ്പോഴും മുൻപന്തിയിൽ തന്നെയല്ലേ? ഈ ചോദ്യം നമ്മോട് തന്നെ ചോദിച്ചേ മതിയാവും. കർത്താവ് ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ എപ്പോഴും തഴയപ്പെട്ടവരോടും പാവങ്ങളോടും പാപികളെന്ന സമൂഹം മുദ്രകുത്തി മാറ്റി നിർത്തിയവരോടൊപ്പമായിരുന്നു. അത് സമൂഹത്തിലെ മാന്യന്മാരുടെ അതൃപ്തിക്ക് കാരണമായി എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണല്ലോ ദൈവശാസ്ത്രജ്ഞന്മാർ യേശുവിന് പാവങ്ങളോട് മുൻഗണന ഉണ്ടായിരുന്നുവെന്ന് പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ആരോ ഈ സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചു, മർത്തോമാ സഭയുടെ സുവിശേഷ തീക്ഷ്ണതയുടെ ലക്ഷണമാണ് 100-ൽ പരമുള്ള പിന്നോക്ക ഇടവകളെന്ന്. പിന്നീട് അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, കർത്താവിൻ്റെ ഇഷ്ടമറിഞ്ഞ് പ്രവർത്തിക്കാത്തത് കൊണ്ടല്ലേ ഈ പിന്നോക്ക ഇടവകൾ ഉണ്ടായത് എന്ന്. നമുക്ക് ഈ ചെറിയവർ നമ്മോടൊപ്പം ഇരിക്കുന്നതിനും അവരോടൊപ്പം തിരുമേശയിൽ സംബന്ധിക്കാനും താല്പര്യമില്ലാഞ്ഞതുകൊണ്ടല്ലേ വേറെ പള്ളികൾ നിർമ്മിച്ചു കൊടുത്തത്. ചിന്തിക്കുന്നത് ഏറെ ആവശ്യം. എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം? ആരാണ് സ്വർഗത്തിലെ അവകാശിയായി തീരുന്നത്? കർത്താവ് പറയുന്നു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് എന്ന്. കർത്താവ് ചുറ്റും നിന്ന് ചെറിയവരെ നോക്കിക്കൊണ്ട് പറയുന്നു, ഈ ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളമെല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. ക്രിസ്തുവിനെ പോലെ ചെറുതാകുന്നവരാണ് സ്വർഗത്തിൻ്റെ അവകാശികൾ. ചെറുതായെങ്കിൽ മാത്രമേ സ്വർഗമെന്ന അവസ്ഥയെ പുൽകുവാൻ കഴിയൂ. ഇത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുമോ? കർത്താവിൻ്റെ ഹൃദയമറിയാൻ സാധിച്ചെങ്കിൽ ഈ സമൂഹം എത്ര മാറിയേനെ. ഇതാണ് എൻ്റെ പ്രാർത്ഥന. കർത്താവേ, നിൻ്റെ ഹൃദയം അറിയാനുള്ള വിനയം തരണമേ. ചെറിയവരെ മാർവോട് ചേർക്കുന്ന നിൻ്റെ ഹൃദയപ്രകാരമുള്ള ദർശനം അടിയങ്ങൾക്ക് നൽകണമേ. കർത്താവേ, നിൻ്റെ ഹൃദയമറിയാനുള്ള വിനയം തരണമേ. ചെറിയവരെ മാർവോട് ചേർക്കുന്ന നിൻ്റെ ഹൃദയപ്രകാരമുള്ള ദർശനം അടിയങ്ങൾക്ക് നൽകണമേ. ആ ദർശനം എനിക്കും സമൂഹത്തിനും ലഭ്യമാകും വരെ കർത്താവേ, എൻ്റെ സഭയെ നീ അസ്വസ്ഥയാക്കണമേ. ആ ദർശനം എനിക്കും സമൂഹത്തിനും ലഭ്യമാകും വരെ എൻ്റെ സഭയെ അസ്വസ്ഥയാക്കണമേ. തമ്പുരാനെ, എൻ്റെ സഭയെ നീ അസ്വസ്ഥയാക്കണമേ. തമ്പുരാൻ്റെ ഇഷ്ടമറിഞ്ഞ് ചെറിയവരെ മാർവോട് ചേർക്കും വരെയും ഈ സഭയുടെ ഉറക്കം കെടുത്തണമേ. തമ്പുരാൻ്റെ ഇഷ്ടമറിഞ്ഞ് ചെറിയവരെ മാർവോട് ചേർക്കും വരെയും ഈ സഭയുടെ ഉറക്കം കെടുത്തണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം.